രാവിലെ ഒരു പണിയിലാണ് ഒന്ന് കാണിക്കാട്ടോ. രാവിലെ കുറച്ച് ക്യാരറ്റ് ഞാൻ അരിഞ്ഞിട്ട് ഒന്ന് അരച്ചെടുക്കാവേ. ഞാൻ ഇതുപോലെ യൂട്യൂബിൽ കണ്ടതാണ് ഒരു പലഹാരം ഉണ്ടാക്കുന്നത്. രാവിലെ കാപ്പിക്കപ്പോൾ ഒന്നുമില്ല, പിള്ളേർ വീട്ടിൽ പോയിരിക്കുക. പാറും കുഞ്ഞായും കൂടി വീട്ടിൽ പോയി. പിന്നെ കണ്ണമോനും മാത്രം ഉണ്ടാക്കാം, മധുരം ഇട്ട. അപ്പം ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്, ഇഷ്ടപ്പെടുകയില്ലയോ. അപ്പം ഞാൻ ഇതൊന്ന് അരക്കട്ടെ കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ശകലം പാലും കൂടി ഒഴിച്ചരയ്ക്കാവേ. അരയാനുള്ളൊരു ശകലം പാലും കൂടി ഒഴിക്കാം. ആവശ്യത്തിന് പഞ്ചസാരയും ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട്, ഇനി ഇതിനകത്തോട്ട് കുറച്ച് റവയും കൂടി നമുക്കിടാം. ആവശ്യത്തിനുള്ള റവ ഇട്ടാൽ മതി, ഒത്തിരി ഒന്നും ഇടണ്ട, കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് പാലിനകത്ത് പാലും ശകലം വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് കുറുക്കിയെടുക്കുന്നത്. ഇത് നെയ്യ് ഒഴിച്ച് കുറുക്കിയെടുക്കണമെന്നൊക്കെയാണ് ഞാൻ കണ്ടത്, യൂട്യൂബിൽ കണ്ടു കേട്ടോ. ഞാൻ നെയ്യ് ഒഴിച്ച് കുറുക്കിയെടുക്കണമെന്നാണ്. എൻ്റെ ഇതിൽ നെയ്യ് കുറച്ചേ ഉള്ളൂ. ഇപ്പം ഞാൻ ശകല എണ്ണ ഒഴിക്കും. ഇനി ഒരു ശകല എണ്ണ ഒഴിക്കണം, ഇതൊന്ന് ഉരുളിയെന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. ഇതിങ്ങനെ ഉരുളിയെന്ന് വിട്ട് വരത്തക്ക രീതിയിൽ ആകും. ഇപ്പം നമുക്കൊരു ബോൾ ഉരുട്ടാൻ പറ്റുന്ന രീതിയിലാകുമ്പോഴത്തേനും നമുക്കിത് ഉണ്ടോ, നമുക്കൊരു ബോൾ ഉരുട്ടാൻ പറ്റത്തക്ക രീതിയിലാകുമ്പോഴത്തേനും ഇത് നമുക്ക് എടുക്കാം. ഇതേണ്ട ഇതുപോലത്തെ ചെറിയ ബോൾസായിട്ട് എല്ലാം ഉരുട്ടിയെടുത്തേ. ഇതുണ്ടല്ലോ, ഇങ്ങനെ തിന്നാൻ തന്നെ നല്ല രുചിയാണ്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. എൻ്റെ ഒരു പാത്രത്തിലോട്ട് ഞാൻ കുറച്ച് പാലെടുത്തു. ഞാൻ ആകെ 1 ലിറ്റർ പാലായിട്ടോ എടുത്തത്. അതിൽ നിന്ന് കുറച്ചെടുത്തായിരുന്നു നമ്മൾ ക്യാരറ്റ് അരച്ചത്. ബാക്കി പാലൊഴിച്ചു. പിന്നെ അതിനകത്തോട്ട് കുറച്ച് റവ നമുക്കിടാം കേട്ടോ. കുറച്ച് റവ മതി, ഒന്ന് കുറുകാൻ ആവശ്യമായിട്ടുള്ള റവ. കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി, ആ ബോൾസിന് മധുരം ഉണ്ടല്ലോ. ഞാൻ കുറച്ച് പഞ്ചസാര ഇടുന്നുള്ളൂ കേട്ടോ. അവനൊത്തിരി മധുരം താല്പര്യമില്ല, അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇടും. ഇതിങ്ങനെ ഇളക്കുക, കൈവിടാതെ ഇളക്കുക. സമയത്തെൻ്റെ മീൻകറി ഇത് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കണം. നല്ല സൂപ്പർ കേരക്കറി ഉണ്ടാ പറ്റട്ടെ. അജോണ ഒന്ന് ഹെൽപ്പ് ചെയ്ത് അജോണ. ഉണ്ട്, അതൊക്കെ ഒന്ന് പറക്കിയിട്ട് അജോണ അങ്ങോട്ട്. ബോൾസ് ഉണ്ടോ ഉണ്ടോ ഒന്നുണ്ടോ സജുവേണ്ട ഒന്ന് പിറക്കിയിട്ട്, സജുവേണ്ട ഒന്ന് പിറക്കിയിട്ട് പിറക്കിട മര്യാദയ്ക്ക്. ഉണ്ടോ ഉണ്ടോ പെട്ടെന്നിറ ഉണ്ടോ. ഇപ്പോൾ പാല് തിളച്ചായിരുന്നു, അതുകൊണ്ട് കേട്ടോ ബോൾസൊക്കെ ഇട്ടേ. നമുക്കിതിനകത്ത് ഏലക്കായും ജീരകവും ഒക്കെ ഇടാം കേട്ടോ. പക്ഷേ അതിൻ്റെ പായസത്തിൻ്റെ ടേസ്റ്റ് വരുമല്ലോ എന്നോർത്തിട്ട് ഞാൻ അതിടുന്നില്ല. ഇത് വാങ്ങാറാകുമ്പോൾ ഒരു ശകല നെയ്യും കൂടി ഒഴിക്കാം. അയ്യോ, എൻ്റെ ബോളൊക്കെ ഉടഞ്ഞു പോകുന്നു. എന്നെ ഹെൽപ്പ് ചെയ്യണം, എന്നെ ഹെൽപ്പ്. അപ്പം ഇതേണ്ട നല്ല പോലെ തിളച്ച് ശരിക്കും വെന്തു. ഇത് ഉണ്ടോ, നല്ല കുറുകിയ അതിൻ്റെ ഗ്രേവി, പാലിൻ്റെ പാട, നല്ല നെയ്യൊക്കെ വന്ന് മേളിൽ കിടക്കുന്നുണ്ടോ. ഇതാണ് സാധനം. ഇതിങ്ങനെ വെച്ച് എടുത്തിട്ട് ചൂടാട്ടോ, നല്ല ചൂടാ. അടിപൊളി രുചി കേട്ടോ. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എന്തായാലും ഇതുണ്ടാക്കി കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഉണ്ടാക്കി കഴിച്ചപ്പോൾ നല്ല രുചി കേട്ടോ. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കശുവണ്ടിയോ മുന്തിരിയോ ഒക്കെ വേണേൽ വറുത്തൊക്കെ ഇടാം. ഞാൻ ഇതൊന്നും ഇട്ടിട്ടില്ല.
വെറുതെ ഇട്ടിട്ട് പോലും പൊന്നായി വന്നിട്ട് വേണം ഉണ്ടാക്കി കൊടുക്കണ്ടേ. കഴിക്കില്ല അറിയത്തില്ല, പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടം എൻ്റെ പെങ്കൊച്ചിനാണ്, പാറുവിന്. ഇത് കഴിച്ചിട്ടൊരു അഭിപ്രായം പറയാം. ഞാൻ തന്നെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇതായില്ലോ. അതിൻ്റെ ഗ്രേവിയും കൂടി കൂട്ടിയെടുത്ത് കഴിക്കടാ. വേണ്ട എന്നാന്നറിയോ? എന്നതാ? പാലും പിന്നെ എന്നാ? ആ പിന്നെ പാല് റവയും മാത്രം. രുചിയുണ്ടോ? കണ്ടോ, നല്ല അടിപൊളി രുചിയാണ് കേട്ടോ. ഇപ്പം ക്യാറ്റൊക്കെ കഴിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. നല്ല ടേസ്റ്റാണ്, എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.